ഒരു അതുൽ എന്ന വിദ്യാർത്ഥിയോടൊപ്പം ടെലിഫോണുണ്ട്. അതുൽ, ഇപ്പോൾ സുപ്രീം കോടതി ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കുമെന്നായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ കോടതി ഇപ്പോൾ ഇടപെടാൻ തയ്യാറാവുന്നില്ല. എന്ന് വെച്ചാൽ ഈ വർഷത്തെ പ്രവേശനത്തിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കുറച്ചുകൂടെ ക്വാളിറ്റി എൻട്രി പ്രശ്നമാകുമെന്ന് തന്നെയാണോ വിചാരിക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും പ്രയത്നിച്ചതും പിന്നെ ഈ എൻട്രൻസിന് വേണ്ടിയിട്ട് കുറെ കാലം നമ്മൾ ഉറക്കം കളഞ്ഞ് പഠിച്ചതൊക്കെ ഇങ്ങനൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവുന്ന അറിയുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. ഓക്കെ, പറയൂ അതിൽ. അതെ, ഇപ്പോ ഗവൺമെന്റ് നമുക്ക് ഇത്രയും കാലമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായതല്ലേ. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്ന് പിന്നീട് അത് മാറ്റി ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്രത്തോളം നമ്മുടെ റാങ്ക് ഒരു അവർക്ക് CBSE ബോർഡിന് അനുകൂലം ഉള്ളത് കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇത്രത്തോളം താഴത്ത് പോയി എന്ന് നമുക്ക് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതിൽ ഗവൺമെന്റ് നമുക്ക് അനുകൂലമായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാലങ്ങളുടെ മനസ്സിലായതും ഇത്ര വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായതും ഇത്രയും ആളുകളിലേക്ക് ഇത് എത്തിയതും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റ് പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ ഒരു വൃത്തിക്ക് ചെയ്തില്ല എന്നുള്ള പ്രശ്നമുണ്ടോ? അതിപ്പോ ഇത്രയും ലിമിറ്റഡ് ടൈമിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ചിലപ്പോൾ ഒരു ലിമിറ്റ്നെസ് ഉണ്ടായിരിക്കും. അവരാദ്യം നമുക്ക് വേണ്ടി വോയിസ് ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോ ഇത്രയും വരെ എത്തിയതും. ഇനി അടുത്ത വർഷമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ. അതുലിന്റെ റാങ്ക് കാര്യമായിട്ട് മാറിയോ? എന്റെ 1700 റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴുള്ള നമ്പർ 1 കോളേജായ CET ട്രിവാൻഡ്രത്തില് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 2900, ഏകദേശം 3000 അടുപ്പിച്ച് റാങ്ക് ആയിട്ടുണ്ട്. ഇപ്പൊ 2ാമതോ 3ാമതോ ലിസ്റ്റുള്ള കോളേജിലേക്ക് അഡ്മിഷൻ അയച്ചു തരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കോളേജുകൾ, നല്ല ലിസ്റ്റ് ചെയ്യപ്പെട്ട കോളേജുകൾ, അതിലേക്കൊന്നും കിട്ടാൻ പറ്റാത്ത പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ പോകും. അതെ, എന്നെ പോലെ കൂടുതൽ കുട്ടികൾ ഇതുപോലെ പ്രൈവറ്റ് കോളേജ്, ഗവൺമെന്റ് കോളേജ് എന്ന മാർജിനിൽ കിടക്കുന്നുണ്ട്. അവർക്കാണ് കൂടുതലായിട്ട് ഇതിൽ കൂടുതലായിട്ട് വിട്ടുപോയിരിക്കുന്നത്. അവര് ഗവൺമെന്റ് കോളേജിൽ ഫ്രീ ആയിട്ട് പഠിക്കാന്നുള്ള രീതിയിൽ എല്ലാവരോടും പറഞ്ഞോട്ട് ഇങ്ങനെ ഈ അവസ്ഥ വരുമ്പോ പിന്നെ പ്രൈവറ്റ് കോളേജിൽ കാശ് മുടക്കി പഠിക്കേണ്ട അവസ്ഥ വരികയാണ്. ഇനിയിപ്പോ ഇതിനകത്തൊന്നും ചെയ്യാനല്ലോ അല്ലേ? നിങ്ങൾ ഈ നഷ്ടം ഈ വർഷം സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ഇപ്പൊ നമുക്ക് ഇതിനായിട്ടൊരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നു. ഇത്രയും വരെ എത്താൻ പറ്റിയത് തന്നെ വലിയ കാര്യം. പജാസ് സാറ് പോലത്തെ സാറിമാരും നമുക്ക് വേണ്ടിയിട്ട് കുറെ വോയിസ് ഉയർത്തി. സാറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ടും പിന്നെ ഇതുപോലുള്ള എഫേർട്ടുകളും ഇതൊക്കെ വരാൻ സാധിച്ചു തന്നെ ഭയങ്കര ഒരു വലിയ കാര്യമായിട്ട് കാണുന്നുണ്ട്. ഇനി ഭാവിയിലും ഇതേപോലെ അനീതി നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇന്ന് ഞാനല്ലെങ്കിൽ വേറൊരു ആൾ ഇതിനു വേണ്ടി ഒരു പ്രയത്നിക്കും. താങ്ക് യു അതുൽ, താങ്കളുടെ പ്രതികരണത്തിന്.